വിഷ്ണു, ഈ ഷൈൻ ടോം ചാക്കോ എന്നൊരു അറസ്റ്റ് പ്രതീക്ഷിച്ചല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു നിയമ നടപടി തുടർ നിയമ നടപടിക്ക് സാധ്യതയില്ലെന്നുള്ള ആത്മവിശ്വാസത്തിലോ നിയമോപദേശത്തിന്റെ ഒക്കെ പുറത്താണ് ഇന്ന് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അഭിഭാഷകനൊപ്പമാണ് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് പോലും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ അറസ്റ്റ് നീക്കത്തിലേക്ക് കടക്കുമ്പോൾ പോലീസ് കൃത്യമായ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു എന്ന് മനസ്സിലാക്കണ്ടേ? പോലീസ് കൃത്യമായ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ രഹസ്യ സ്വഭാവം പാലിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഘട്ടത്തിൽ. കാരണം ഇന്നലെ പോലീസിനോട് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നു കേസോ അറസ്റ്റോ നടപടികളോ ഉണ്ടാകുമെന്ന്. പക്ഷേ ഇന്നലെ പറഞ്ഞത് അത്തരത്തിലുള്ള നടപടികളൊന്നുമില്ല. ഷൈൻ ഒന്ന് വരിക, ഷൈനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, അതിനുശേഷം വിട്ടയക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല. പോലീസിന്റെ പക്കൽ കൃത്യമായ തെളിവുകൾ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അയാൾ കഴിഞ്ഞ നാളുകളിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഈ സജീറുമായി ബന്ധപ്പെട്ട് എന്ത് ബന്ധമാണ് ഈ ഷൈൻ ടോം ചാക്കോക്കുള്ളത് എന്ന കാര്യവുമായി ബന്ധപ്പെട്ടൊക്കെ വിവരങ്ങൾ ഡാൻസ് ഓഫ് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സജീറിനെ അറിയുമോ എന്നൊരു ചോദ്യം ഷൈനിന് മുൻപിലേക്ക് എത്തുന്നത്. ഷൈൻ പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു, എനിക്ക് സജീർ എന്ന് പറയുന്ന ഒരാളെ അറിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇയാളുടെ ഫോൺ രേഖകൾ അത്തരം കാര്യങ്ങളൊക്കെ മുൻനിർത്തി ചോദിച്ച ഘട്ടത്തിൽ ഷൈൻ ഏറ്റവും ഒടുവിൽ അത് സമ്മതിക്കേണ്ടി വന്നു. സജീറിനെ തനിക്ക് അറിയാമെന്ന് പറയേണ്ടി വന്നു. സജീർ എറണാകുളത്തെ ഒരു പ്രധാനപ്പെട്ട ഡ്രഗ് പെഡ്ലറാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സജീറിനെ അന്വേഷിച്ചാണ് പോലീസ് അവിടെ എത്തുകയും ചെയ്തത്. അപ്പോൾ അയാൾക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ട് ഈ ഷൈൻ ടോം ചാക്കോ എന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. ഒപ്പം ഇയാൾ കൺസ്യൂം ചെയ്തിട്ടുണ്ട് ഈ ലഹരി വസ്തുക്കളെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് NDPS 27, അത് കൺസ്യൂമുമായി ബന്ധപ്പെട്ട ആക്ടാണ്, ആ ആക്ട് ചുമത്തിയിരിക്കുന്നത്. NDPS 29 എന്ന് പറയുന്നത് ഈ കോൺസ്പിറസി, ലഹരിയുമായി ബന്ധപ്പെട്ട് ഫണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒരുക്കുകയോ അത് സ്റ്റോക്ക് ചെയ്യുകയോ തുടങ്ങിയ വകുപ്പുകളൊക്കെയാണ് NDPS ആക്ട് 29. അപ്പോൾ ഇത് രണ്ടിനും ഇയാളുടെ ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ട്. അത് ഈ ചോദ്യം ചെയ്യൽ അത് കൂടുതൽ വ്യക്തമാക്കിയെന്നാണ് പറയേണ്ടത്. അതായത് പോലീസിന്റെ കയ്യിൽ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഉണ്ടായിരുന്നു. ഷൈനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഷൈന്റെ മറുപടികളിൽ നിന്ന്, ആദ്യം ഷൈൻ നിഷേധിച്ച മറുപടികളിൽ നിന്ന് പിന്നീട് കൂടുതൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ച ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ട് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുകയും അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോവുകയുമായിരുന്നു. നേരത്തെ ഈ കൊക്കൈൻ കേസുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങളും വിമർശനങ്ങളൊക്കെ പോലീസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ ഒരു ക്ലിനിക്കൽ സ്ട്രൈക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പോലീസിന് ഈ രാസലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ആന്റി ഡോപ്പിംഗ് ടെസ്റ്റ് നടത്താനാകും, അതിനൊരു വഴിവെക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നില്ല, ഈ മറ്റ് പരിശോധനയ്ക്കൊക്കെ വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇയാൾ ഇത് കൺസ്യൂം ചെയ്യുന്ന ആളാണ് എന്ന് സ്ഥിരീകരിക്കാൻ NDPS ആക്ട് 27 പ്രകാരമുള്ള കേസ് പോലീസിന് മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ കേസിന്റെ പശ്ചാത്തലത്തിൽ ഇയാളുടെ മുടിയും നഖവും ഒക്കെ പരിശോധനയ്ക്ക് അയക്കാം. അത്തരം നടപടിയിലേക്ക് പോലീസ് കടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ അത്തരം പരിശോധനകൾ ഉണ്ടാകാതിരുന്നതാണ് ഷൈൻ ടോം ചാക്കോക്ക് ഈ കൊക്കൈൻ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിച്ചതെന്ന് നേരത്തെ കോടതിയടക്കം വ്യക്തമാക്കിയിരുന്നു. ആദ്യത്തവണ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി, കൂടുതൽ വകുപ്പുകൾ ഒരുപക്ഷെ ഇപ്പോൾ 27, 29 വകുപ്പ് പ്രകാരമാണ് ചുമത്തിയിരിക്കുന്നതെങ്കിൽ ഇനി കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. ഷൈനെ കേരള പോലീസ് അതിവിദഗ്ധമായി പൂട്ടി എന്ന് തന്നെ അടിവരയിട്ട് പറയാനാകും. കാരണം നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ മാറി മറിഞ്ഞത്. ഷൈനും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കേസോ അറസ്റ്റോ ഒന്നും പ്രതീക്ഷിച്ച് കാണില്ല. നേരത്തെ ഷൈന്റെ അഭിഭാഷകരടക്കം പറഞ്ഞത് ചോദ്യം ചെയ്യലിന് ഹാജരാകുക, തിരികെ പോരുക എന്ന് മാത്രമാണ്. ഈ പോലീസിന്റെ നോട്ടീസിൽ ഉണ്ടായിരുന്ന കാര്യം ഒരൊറ്റ കാര്യം മാത്രമാണ്, എന്തിനാണ് ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയത്, അതിൽ ഷൈൻ ടോം ചാക്കോ വിശദീകരണം നൽകണം എന്ന് മാത്രമാണ് ആ നോട്ടീസിൽ ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു. അല്പസമയം മുമ്പ് കൊച്ചി സെൻട്രൽ ACP ജയകുമാർ വന്ന് വ്യക്തമാക്കിയത്, ഷൈൻ ടോം ചാക്കോക്കെതിരെ കേസെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. NDPS 27, 29 ആക്ട് പ്രകാരമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഷൈൻ നൽകിയ മൊഴിയിൽ അമ്പാടും വൈരുദ്ധ്യമാണുള്ളത്. ഒരു തരത്തിലും അയാൾ പറയുന്ന മൊഴി വിശ്വസിക്കാനാവില്ല. അതിൽ ഞങ്ങളുടെ പക്കലുള്ള തെളിവും ഷൈൻ പറയുന്ന കാര്യങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഷൈന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് കൊച്ചി ACP പറയുന്നു. ഏകദേശം 4 മണിക്കൂർ 5 മണിക്കൂറിലേക്ക് കടക്കുകയാണ് ചോദ്യം ചെയ്യൽ. അതിനിടയിലാണ് ഷൈന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇനി വൈദ്യപരിശോധനയ്ക്കായി പുറത്തേക്കിറക്കും. നേരത്തെ ഒരു സ്വാഭാവിക വൈദ്യപരിശോധന എന്ന് പറഞ്ഞെങ്കിൽ ഒരു മൂന്നാം ഘട്ട ചോദ്യം ചെയ്യലോടുകൂടി ഈ കേസ് അല്ലെങ്കിൽ ഈ പരിശോധനയുടെ ഈ അന്വേഷണത്തിന്റെ ഒരു സ്വഭാവം അപ്പാടെ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പൂർണ്ണമായും രാവിലെ മുതൽ അല്ലെങ്കിൽ ഉച്ചവരെ നമ്മൾ വിവരങ്ങളൊക്കെ പുറത്തുവിടുന്ന ഘട്ടത്തിലും പോലീസ് ഉദ്യോഗസ്ഥരുമായി ഇതുവരെ ഒന്നുമില്ല എന്നവർ അടിവരയിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ഈ സജീറിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് ഷൈൻ ലോക്കായത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സജീറിനെ അറിയില്ല എന്ന് ആദ്യം പറയുന്നു. പക്ഷേ പോലീസിന്റെ പക്കലുള്ള ആ തെളിവുകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തി ചോദ്യം ചെയ്യൽ. ആ ചോദ്യം ചെയ്യലിൽ ഷൈന് ചില കാര്യങ്ങളൊക്കെ സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഈ കേസിലേക്ക് പോലീസ്
പോലീസ് പോയത്. NDPS ആക്ട് പ്രകാരം കേസെടുത്തിരിക്കുന്നു. അതിന്റെ FIR വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാനാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്പസമയത്തിനകം ഷൈൻ ടോം ചാക്കോയെ പുറത്തേക്ക് ഇറക്കും. ഒരു NDPS കേസുമായി ബന്ധപ്പെട്ട ഒരു മലയാള നടൻ അറസ്റ്റിലാകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2ാം തവണ ഷൈൻ ടോം ചാക്കോ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് 7ഓളം NDPS കേസുകളാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് 7ഓളം NDPS കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് ഈ ഓം പ്രകാശുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. ആ കേസിൽ ശ്രീനാഥ് ബാസിയുടെ പേര് അന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. പിന്നീട് പരീക്കുട്ടി എന്ന് പറയുന്ന ആളെ MDMA തൊടുപുഴയിൽ നിന്ന് പിടികൂടി. ഏറ്റവും അവസാനം തൊടുപുഴയിൽ നിന്നൊരു മേക്കപ്പ് മാനെ, ആവേശം പോലുള്ള സിനിമകളുടെയൊക്കെ മേക്കപ്പ് മാനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ അതിന് പിന്നാലെ മൂവാറ്റുപുഴയിൽ തോക്കും അതോടൊപ്പം തന്നെ ലഹരി വസ്തുക്കളുമായി സിനിമ അസിസ്റ്റന്റ് ഡയറക്ടർ അടക്കം പിടിയിലാകുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ വീണ്ടും ഷൈൻ ടോം ചാക്കോയുടെ കേസ് വരുന്നു. അങ്ങനെ ഒരു വർഷത്തിനിടെ 7ഓളം കേസുകളാണ് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒരു വശത്ത് FEFK അടക്കമുള്ള സംഘടനകൾ ഈ ജാഗ്രതാ സമിതികളും ഒക്കെ രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഒരു നടന്റെ അറസ്റ്റ്, അതും NDPS കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റ് വന്നിരിക്കുന്നത്. ഇതിലൊരു പശ്ചാത്തലം പരിശോധിക്കണം. ഈ ഷൈൻ ടോം ചാക്കോക്കെതിരെ ആരോപണം ഉയർന്നത് ഈ ആഴ്ച